അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം വളരെ ആഗ്രഹിച്ചിരുന്ന അതിഥി വിലപ്പെട്ട സമ്മാനങ്ങളുമായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നു. നാം കഴിഞ്ഞ റജബിലും ശഅബാനിലും ആ അതിഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ദീർഘായുസ്സിനു വേണ്ടിയും അതുപോലെ തന്നെ ബറക്കത്തിന് വേണ്ടിയും ഒക്കെ നാം ദുആ ചെയ്തു. ആ അതിഥി നമ്മിലേക്ക് കടന്നു വരുന്നതിന് നാം ആഗ്രഹിച്ചു. അതെ, ആ അതിഥി നമ്മിലേക്ക് കടന്നു വന്നു. അത് വിശുദ്ധമായ റമദാനാണ്. അതെ, ആ വിശുദ്ധമായ റമദാനിൻ്റെ പവിത്രതയെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നൊരു ഹദീസ് കാണാം. ലൗ യഅലമുൽ ഇബാദു മാ ഫീ റമദാന ലതമന്നതു ഉമ്മത്തി അൻ തകൂന സനതു കുല്ലുഹാ റമദാൻ. എൻ്റെ സമുദായം വിശുദ്ധമായ റമദാനിൻ്റെ മഹാത്മ്യത മനസ്സിലാക്കിയിരുന്നു എങ്കിൽ വർഷം മുഴുവനും റമദാനാകാൻ വേണ്ടി ആഗ്രഹിക്കുമായിരുന്നു. അത്രത്തോളം ഔന്നിത്യമുള്ള ഒന്നാണ് വിശുദ്ധമായ റമദാൻ. ആ റമദാൻ നമ്മിലേക്ക് കൊണ്ടുവരുന്ന സമ്മാനം വളരെയേറെ വിലപ്പെട്ടതാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആണ്, കാരുണ്യത്തിൻ്റെ 10ആണ്. ആ കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നാം നേടുമ്പോൾ പിന്നീട് രണ്ടാമത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. ആ 10ആകട്ടെ മഗ്ഫിറത്തിൻ്റെ 10ആണ്, പാപമോചനത്തിൻ്റെ 10ആണ്. ആ പാപമോചനവും ലഭ്യമായി കഴിഞ്ഞാൽ പിന്നീട് നാം പ്രവേശിക്കുന്നത് മൂന്നാമത്തെ 10ലേക്കാണ്. ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം. ഇങ്ങനെ 3 10കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. അതൊരു വലിയ സമ്മാനമാണ്. അല്ലാഹു തആല ആ 3 10കളെയും അടുക്കി വച്ചിരിക്കുന്ന രീതി നാം മനസ്സിലാക്കണം. കാരുണ്യം ലഭിച്ചു. ആ കാരുണ്യം ലഭിക്കുമ്പോൾ മഗ്ഫിറത്ത് കിട്ടി. ആ മഗ്ഫിറത്തും കിട്ടുമ്പോൾ നരകമോചനം ആ മനുഷ്യന് ലഭിക്കുകയാണ്. എത്രയോ സുന്ദരമായ ആ ഒരു അടുക്കി വെക്കലാണ് അതിലൂടെ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഈ 3 സമ്മാനങ്ങളുമായി വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വന്നു. മാത്രമല്ല, അതിനേക്കാളും വലിയൊരു സമ്മാനം കൂടിയുണ്ട്. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാഹു. വിശുദ്ധമായ റമദാനിൽ ആരെങ്കിലും ഒരു നന്മ പ്രവർത്തിച്ചാൽ റമദാൻ അല്ലാത്ത മറ്റ് ദിനങ്ങളിലും മാസങ്ങളിലും എന്ത് ഫർളാക്കപ്പെട്ടതായ ഏതൊരു കാര്യമാണോ പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തനത്തിൻ്റെ കൂലിയാണ് വിശുദ്ധമായ റമദാനിൽ ഐച്ഛികമായ ഒരു കാര്യം ചെയ്താൽ ലഭ്യമാകുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ ഹദീസിൽ തന്നെ തുടർന്ന് നബി തങ്ങൾ പറയുന്നു, വമൻ അദ്ദാ ഫരീളതൻ ഫീഹി കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാഹു. വിശുദ്ധമായ റമദാനിൽ ആരെങ്കിലും ഒരു ഫർളാക്കപ്പെട്ടതായ കാര്യം നിർവഹിച്ചാൽ 70 ഫർദ് പ്രവർത്തിച്ചതിൻ്റെ കൂലിയാണ് റമദാനിൽ ഒരു ഫർദ് പ്രവർത്തിക്കുന്നതിന് കിട്ടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, വിശുദ്ധമായ റമദാൻ 30 ദിനമുണ്ടെന്നിരിക്കട്ടെ, ആ 30 ദിനങ്ങളിൽ ഓരോ ദിവസവും 5 നേരത്തെ നിസ്കാരം വെച്ച് നോക്കിയാൽ ആ 5 നേരം നിസ്കാരം ആ ഒരു മാസം നിർവഹിക്കുമ്പോൾ 150 നേരത്തെ നിസ്കാരമായി. ആ 150 നേരത്തെ നിസ്കാരത്തിന് ഓരോ നിസ്കാരത്തിനും 70 മടങ്ങ് പ്രതിഫലമാണ് ലഭ്യമാകുന്നത് എങ്കിൽ 10,500 പ്രതിഫലമാണ് 150 വഖത്ത് നിസ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ഇത് വിശുദ്ധമായ റമദാൻ നൽകുന്ന വലിയൊരു സമ്മാനമാണ്, വിലപ്പെട്ട സമ്മാനമാണ്. അതെ, ആ അതിഥി നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനാണ്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും ആ വിദ്യാർത്ഥിയുടെ അടുക്കലേക്ക് അതിഥി കടന്നു വരും. എന്തിനാണ് കടന്നു വരുന്നത്? ആ പരീക്ഷ എന്ന് പറയുന്ന അതിഥി കടന്നു വരുന്നത് ആ വിദ്യാർത്ഥി ഏതൊരു ക്ലാസ്സിലും ഏതൊരു ബെഞ്ചിലുമാണോ ഇരുന്നത്, ആ ക്ലാസ്സിൽ നിന്നും ഉയർന്ന ക്ലാസ്സിലേക്ക് ഉയർന്നൊരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ പരീക്ഷയാകുന്ന അതിഥി ആ വിദ്യാർത്ഥിയുടെ അടുക്കലേക്ക് കടന്നു വരുന്നത്. ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ ഉദ്യോഗാർത്ഥിക്കും PSC പോലെയുള്ളതായ പരീക്ഷകൾ ഏർപ്പെടേണ്ടി വരും. എന്തിന്? ആ ഉദ്യോഗാർത്ഥിക്ക് ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ. അത് ആ ഉദ്യോഗാർത്ഥിയിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയാണ്. ഇങ്ങനെ അതിഥി നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി വ റസൂലിഹി ഫൽയുക്രിം ലൈഫഹു. അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആരാണോ വിശ്വസിക്കുന്നത് അവൻ
വിരുന്നുകാരനെ ബഹുമാനിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വന്ന വിരുന്നുകാരനാണ്. ആ വിരുന്നുകാരനെ നാം ബഹുമാനിക്കണം, ആദരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ളതായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി